ഇപ്പോൾ നമ്മൾ കാൽമുട്ട് വേദനയെ കുറിച്ചിട്ട് കേൾക്കാറുണ്ട്. എല്ലാ മുട്ടുവേദനയും ഒരു സാധാരണ മുട്ടുവേദനയായിട്ട് നമ്മൾ കാണണോ, അതോ അതിലെന്തെങ്കിലും വേറെ കുറച്ച് സീരിയസ് കണ്ടീഷൻ ഉണ്ടോ? ഇനിയിപ്പോൾ വൺസ് ഒരു മുട്ടുവേദന വന്നു, ഇതിനി മാറില്ലേ, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് നമ്മൾ പേടിക്കണോ, തുടങ്ങിയിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു കൂട്ടം ഡോക്ടേഴ്സാണ് ഇന്നിപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. വെൽക്കം ടു ആരോഗ്യം, മൈസെൽഫ് വിൻസി. ആൻഡ് ഇന്നിപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കുറച്ച് ഡോക്ടേഴ്സാണ്. ആൻഡ് ഡോക്ടർ ടോണി കവലക്കാട്ട് ആൻഡ് ടീം, കണ്ണൂർ കോഴിക്കോട് യൂണിറ്റ് ഹെഡാണ്. അപ്പോൾ സാറിൻ്റെ ഒരു ടീമാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. സർ വെൽക്കം ടു ദ ഷോ. എല്ലാവരും വെൽക്കം. അപ്പോൾ നമുക്കൊന്ന് കൂടുതൽ പരിചയപ്പെട്ടിട്ട് തുടങ്ങാം, ഡോക്ടറിൽ നിന്ന് തന്നെ. ഓക്കെ, താങ്ക് യു. ഞാൻ ഡോക്ടർ ടോണി കവലക്കാട്ട്, സീനിയർ ഓർത്തോപെഡിക് സർജനാണ്. ഞാൻ ബേബിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 25 ഇയേഴ്സായിട്ട് ഞാൻ കോഴിക്കോട് ബേബിയിലും വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഐ ജോയിൻ ഇൻ കണ്ണൂർ ബേബി ആൻഡ് മൈ സ്പെഷ്യൽ വർക്ക് ഇൻ ആർത്തോപ്ലാസ്റ്റി ആൻഡ് ആർത്രോസ്കോപ്പി. ഞാൻ എൻ്റെ കൂടെയുള്ള ടീംമേറ്റ്സിനെ പരിചയപ്പെടുത്താം. ഡോക്ടർ പ്രഫുൽ, ഞാൻ സാറിൻ്റെ കൂടെ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ബേബി മെമ്മോറിയൽ കണ്ണൂരിലും വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു. ഞാൻ ഇപ്പോൾ സാറിൻ്റെ ടീമിൽ റീസെൻ്റ്ലി ജോയിൻ ചെയ്തതാണ്. ഇപ്പം ഇവിടെ കണ്ണൂർ ബേബിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഡോക്ടർ ജിതിൻ. ഞാൻ സാറിൻ്റെ കൂടെ ഇപ്പോൾ ഒരു 1.5 years ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഡോക്ടർ ഗൗതം, ഓർത്തോപെഡിക് സർജനാണ്. സാറിൻ്റെ ടീമിൽ സാറിൻ്റെ കൂടെ ഒരു 2-3 years ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം സാറിൻ്റെ കണ്ണൂരിലെ ബേബിയിലെ ടീമിലെ മെമ്പറാണ്. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം. അപ്പോൾ ഓർത്തോ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഡൗട്ട്സ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇപ്പോൾ എല്ലാ മുട്ടുവേദനയും നമ്മളൊരു സാധാരണ മുട്ടുവേദനയായിട്ടാണോ എടുക്കേണ്ടത്? ശരിയാണ്. നമ്മൾ പല പേഷ്യൻസും പല പ്രായത്തിലും നമ്മുടെ അടുത്ത് വരാറുണ്ട്. അത് ഈ 10 വയസ്സ് തൊട്ട് നമുക്ക് 80 വയസ്സ് വരെ ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നത് പല പല പ്രോബ്ലം കൊണ്ടാണ്. നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു 50 to 80 years, അത് മുട്ടുവേദന. അതാണ് നമ്മുടെ ഇപ്പോൾ കോമൺ പോപ്പുലേഷനിൽ കോമൺ ആൾക്കാർക്കുള്ള പ്രോബ്ലം ഈ മുട്ടുവേദന, തേയ്മാനം. അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കൺസേൺ. ഇത് വരുന്ന ആൾക്കാർ പലരും ഈ കൊല്ലങ്ങളായിട്ട് മുട്ടുവേദന അനുഭവിച്ച് വരുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ കുറച്ച് ചെറുപ്പക്കാരിൽ വരുമ്പോൾ നമ്മൾ ഈ തേയ്മാനം കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ പല കാരണം കൊണ്ടോ ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിലോ 50 years വരാണെങ്കിൽ നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് ആമവാദം. ആമവാദം ഈസ് വൺ ഓഫ് ദി കോമൺ ആർത്രൈറ്റിസ് ഇൻ യങ് പീപ്പിൾ. ഓ ഓക്കെ. അതിപ്പോൾ ഏത് ഏജിലാണ് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അത് നമുക്ക് ശരിയാക്കാനാണ് എളുപ്പം? യൂഷ്വലി ഇറ്റ് സ്റ്റാർട്ട് ഫ്രം അറൌണ്ട് 20-25 yearsലാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് സ്റ്റാർട്ട് ചെയ്യുക. അത് എന്തൊക്കെ റീസൺ ആയിരിക്കും അവർക്ക് അങ്ങനെ അത് വരാൻ? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ പ്രതി ഇറ്റ് ഈസ് എ ഓട്ടോഇമ്യൂൺ ഡിസീസ്. പ്രത്യേക ഒരു കാരണമൊന്നുമില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. അത് ഇതിലൊരു മാറ്ററാണ്. ദാറ്റ് ഈസ് എ മാറ്ററാണ്. അതായത് ആൾമോസ്റ്റ് 50 to 60% ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്കാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കാണാറുള്ളത്. ഓക്കെ, അല്ലാണ്ടും വരാം. ഓക്കെ. ഇപ്പോൾ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ നിങ്ങൾ ദിവസം OP നോക്കുന്ന സമയത്ത് കൂടുതലും ഈ ഇഷ്യൂ ആണോ കൂടുതലും ഫേസ് ചെയ്യാറ്? കൂടുതലായിട്ടും മുട്ടുവേദന തന്നെയാണ് വരാറ്. അതിന് പുറമെ ഈ പറയുന്ന പോലെ സ്പോർട്സ് ഇഞ്ചുറീസ് വരാം. ഇപ്പം മുട്ടുവേദനയിൽ തന്നെ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു 50+ കാറ്റഗറിയാണ് ഏറ്റവും കോമൺ. അപ്പോൾ അവരൊക്കെ ഒരുപാട് നാളുകളായിട്ട് മുട്ടുവേദന ഉണ്ട്, കാണിക്കുന്നു, ഒരു ഡോക്ടറെ കാണിക്കും, വേദനയുടെ മരുന്ന് കഴിക്കും. അപ്പം പലപ്പോഴും കാരണം അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് പോവുകയാണ്. അഥവാ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും ആശുപത്രി എക്സ്റേ എടുത്ത് പറയാണ് തേയ്മാനമാണ്, അവരതും കൂടെ ആക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇതിൻ്റെ ഫെർദർ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. ആൻഡ് ഇതിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2-3 ഡോക്ടർമാരെ കാണിക്കും, മരുന്ന് കഴിക്കും, മാറണില്ല, മരുന്ന് കഴിക്കുമ്പോൾ മാറും, മരുന്ന് നിർത്തുമ്പോൾ തിരിച്ചു വരും. അവർ മെൻ്റലി അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ വരുന്ന കാറ്റഗറി ഓഫ് പേഷ്യൻസ് ഒരുപാടുണ്ട്. അതിന് പുറമെ കൂടുതലായിട്ട് കാണാറ് ഇതാണ് നമ്മുടെ സ്പോർട്സ് ഇഞ്ചുറീസ്. കളിക്കുമ്പോൾ പറ്റി, അല്ലെ ബൈക്കിൽ നിന്ന് വീണു, മുട്ട് ട്വിസ്റ്റ് ചെയ്തു, അപ്പോൾ പിന്നീട് ഈ പറയുന്ന പോലെ വേദന മാറുന്നില്ല, നീര് വരുന്നു, അങ്ങനത്തെ കംപ്ലയിൻസും ഉണ്ട്. അതിന് പുറമേ വരുന്നതൊക്കെ നടുവേദന, മറ്റ് ജോയിന്റുകളിൽ വരുന്ന ഇഷ്യൂസ് ആണ്. പൊതുവെ ഇപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഇത് വൺസ് നമുക്ക് ഇങ്ങനെ ഒരു പെയിൻ, ഇപ്പോൾ ഒരു ജോയിന്റ് പെയിൻ വന്നു അല്ലെങ്കിൽ ഒരു മുട്ടുവേദന, ഇത് മാറിയില്ലേ? പിന്നെ നമ്മൾ അതിൻ്റെ കോസ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പം തേയ്മാനാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറും. ട്രീറ്റ്മെൻറ്റ് മുട്ട് മാറ്റി വെക്കലാണ് മെയിനായിട്ട് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. മുട്ട് തേയ്മാനാണെങ്കിൽ തേയ്മാനം കുറേ സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1 to 4 സ്റ്റേജസ് ഉണ്ട്.
അപ്പോൾ 1 and 2 ആണെങ്കിൽ മുട്ട മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അത് മെയിനായിട്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്താൽ തന്നെ മാറും. ആൻഡ് ഹീലിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട് മുട്ടന്. അപ്പോൾ അത് റെസ്റ്റ് ഒക്കെ എടുത്താൽ തന്നെ മാറിക്കോളും. 3 and 4 ഒക്കെ ആണെങ്കിൽ അത് അഡ്വാൻസ്ഡ് ആയി. അതിന് ആ സ്റ്റേജിൽ പിന്നെ നമുക്ക് എക്സസൈസോ കാര്യങ്ങളോ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ കേസ് ആണെങ്കിൽ മുട്ട മാറ്റി വെക്കലാണ് മെയിൻ ട്രീറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആർത്രൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആക്ച്വലി എന്താണ് അതിൽ സംഭവിക്കുന്നത്? നമ്മുടെ മുട്ടിന് എന്തായിരിക്കും ശരിക്കും ആ ഒരു സംഭവം? നോർമലി നമ്മൾ മുട്ടിനടുത്തുള്ള മെക്കാനിസം എന്ന് പറയുന്നത് ഈ ഡാമേജ്, തേയ്മാനം എന്ന മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെയർ ആൻഡ് ടയർ ആണല്ലോ ഇംഗ്ലീഷിൽ. അപ്പോൾ അത് നോർമലി എല്ലാ ജോയിൻസിലും സംഭവിക്കും, അപ്പോൾ ചെറുപ്പക്കാരായാലും പ്രായമായാലും. പക്ഷേ അത് നോർമലി ഉണ്ടാകുന്ന വെയർ ആൻഡ് ടയർ ബോഡിക്ക് തന്നെ റിപ്പയർ ചെയ്യാനുള്ളൊരു മെക്കാനിസം ഉണ്ട്. അതിനകത്ത് മുട്ടിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്, കാർട്ടിലേജ് ഉണ്ട്, റിപ്പയർ മെക്കാനിസം ഉണ്ട്. ബട്ട് ഒരു ഏജ് കഴിയുമ്പോൾ, അല്ല ഏജ് മാത്രമല്ല അതിൽ ഫാക്ടർ, ഏജ് പ്ലസ് ഹെൽത്ത്, നമ്മളെ ബോൺ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളെ ശരീരത്തിന് ഏജ് ഉണ്ടെന്ന് വെച്ച് നമ്മളെ ബോഡിക്ക് എപ്പോഴും ഏജ് ഉണ്ടാവണമെന്നില്ല. അത് റിപ്പയർ മെക്കാനിസം വീക്ക് ആകുമ്പോൾ കൂടുതൽ ബോഡിക്ക് ഈ മുട്ടിനുണ്ടാകുന്ന ഡാമേജസ് റിപ്പയർ ചെയ്യാനുള്ള ബോഡിയുടെ ആ മുട്ടിനകത്തുള്ള മെക്കാനിസംസ് ഒക്കെ വീക്കാവും. അപ്പോൾ നമ്മൾ കൂടുതൽ അതിൽ ഓവർലോഡിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് അൺറിപ്പയറബിൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് അത് ആ ഡാമേജ് പിക്കപ്പ് ചെയ്ത് അത് ഓസ്റ്റിയോആർത്രൈറ്റിസ് ആയിട്ട് മാറും. ഇപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ ബോൺ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോൺ ഇരിക്കണേ നമുക്ക് ഒരു 20 വയസ്സ് മുതൽ ഉള്ളവരിൽ കാണുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും? അത് ജനറലി ബോൺ ഹെൽത്ത് എന്ന് പറയുന്നത് പേഷ്യൻ്റെ ഡിപ്പെൻസ് അപ്പോൺ ദി ഏജ് ഒന്ന്, പിന്നെ പേഷ്യൻ്റ് മറ്റുള്ള അസുഖങ്ങൾ ഒത്തിരി. ഇപ്പം മെജോറിറ്റി ആൾക്കാർക്കും ഈ പലതരം അസുഖങ്ങളാണല്ലോ, ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ടാവും, അവർക്ക് അഡീഷണലി കഴിക്കുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. പിന്നെ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ ഒരുപാട് ഇപ്പം പഴയ പോലെയല്ല, പല ആൾക്കാരും ഭയങ്കര ഫിസിക്കൽ ആക്ടിവിറ്റീസ് പലതിൽ ഇൻവോൾവ് ആണ്, ജിമ്മിലും പ്ലേ ഫീൽഡിലും അല്ലാതെ വർക്കിലും പല സ്ഥലത്തും. അപ്പം അത് അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ആൾക്കാരുടെ ഡയറ്റ് ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ബാലൻസ്ഡ് ആയിട്ട് ആയിരിക്കില്ല, അങ്ങനെ പല ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ ഇതൊരു കോമ്പൗണ്ട് ഫാക്ടേഴ്സാണ്, പല കാര്യങ്ങളുടെയും എല്ലാം കൂടെ ഫൈനലായിട്ട് വരുന്ന ഔട്ട്കമാണ് ബോൺ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എബോവ് 50 ഇയേഴ്സ് മെജോറിറ്റി എസ്പെഷ്യലി ഫീമെയിൽസിലൊക്കെ ആ ഒരു മെനോപോസ് മാസക്കുള്ളിലേക്ക് നിന്നതിന് ശേഷം ബോൺ ഹെൽത്ത് ക്രമാതീതമായിട്ട് കുറയും. അപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മളിപ്പം പണ്ട് മുതലേ ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാൽസ്യം ഗുളിക കഴിച്ചാൽ അത് റെഡിയായി എന്നുള്ള അതിൽ ഒതുക്കാമെന്നുള്ളൊരിതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് സ്റ്റഡീസ് വരുന്നുണ്ട് നമ്മുടെ എസ്പെഷ്യലി ഫീമെയിൽസിൽ ബോൺ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ട്രെയിനിങ് വേണം, മറ്റുള്ള അങ്ങനെ ഒരുപാട് ഡയറ്റിൽ ശ്രദ്ധിക്കണം, അങ്ങനെ ഒത്തിരി റിസർച്ച് വരുന്നുണ്ട്. അപ്പോൾ 1-2 കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. യങ്ങർ ഏജ് ഗ്രൂപ്പിൽ ഡിപ്പെൻഡിങ് അപ്പോൺ നമ്മൾ യൂഷ്വലി ഒരു നോർമൽ ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയൊരു ഫിസിക്കൽ ഇഞ്ചുറീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നോർമലായിട്ട് തന്നെ ബോഡി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഡിപ്പെൻസ് അപ്പോൺ ദി പേഴ്സൺ ടു പേഴ്സൺ, ഡിസീസ് ടു ഡിസീസ് അങ്ങനെ മാറും. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡ് നമ്മൾ നോക്കണ സമയത്ത് അതിൻ്റെ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് എങ്ങനെയായിരിക്കും അതിനെ ട്രീറ്റ് ചെയ്യുക ഡോക്ടർ? നമ്മളിപ്പോൾ സ്റ്റേജ് ഇതിൻ്റെ ഓസ്റ്റിയോആർത്രൈറ്റിസിന് അല്ലെങ്കിൽ തേയ്മാനത്തിന് മെയിൻലി ഇതിൻ്റെ 4 സ്റ്റേജസ്, 1, 2, 3, 4. അത് 1, 2, 3, 4 ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് തേയ്മാനം വന്ന സ്റ്റേജാണ്. ഗ്രേഡ് 1 ആണെങ്കിൽ അതൊരു മിനിമം തേയ്മാനം. ഈ 1 and 2 അത് ജിതിൻ പറഞ്ഞ പോലെ 1 and 2 സ്റ്റേജിനാണെങ്കിൽ നമുക്ക് കുറച്ചൊരു വെയിറ്റ് റിഡക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സെക്കൻഡ് ഈസ് സം എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി. ഇപ്പോൾ പല ആൾക്കാർക്കും ഇപ്പോഴത്തെ ആൾക്കാർക്ക്, പണ്ടത്തെ ആൾക്കാർക്ക് ഈ മുട്ടുവേദന എന്ന് പറഞ്ഞ പ്രോബ്ലം കാരണം അവർ കൂടുതൽ നടക്കുന്നു, കൂടുതൽ വീട്ടിൽ പണിയെടുക്കുന്നു. ഇപ്പം അല്ല, ഇപ്പം ആൾക്കാർക്ക് എല്ലാം ആണെങ്കിൽ ബൈക്ക് അല്ലെങ്കിൽ കാറ്, നടക്കുന്ന സ്വഭാവം ഈസ് വെരി. എല്ലാവരും ജിമ്മിൽ പോകും, പക്ഷേ ഒരു നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. ജിമ്മിൽ പോയി 2 മണിക്കൂർ 3 മണിക്കൂറും ചെയ്യുന്നതിനേക്കാളും ഫാർ ബെറ്ററാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നടക്കുന്നത്. സോ വെയിറ്റ് റിഡക്ഷൻ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രേഡ് 1 and 2-ന് നമ്മൾ മെയിൻലി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ചെറിയൊരു പെയിനുള്ള അനാൽജസിക് ടാബ്ലറ്റും കുറച്ച് ഫിസിയോതെറാപ്പി ആൻഡ് ഒരു എക്സസൈസാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. ഹെൽത്ത് ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, കാൽഷ്യം സപ്ലിമെന്റേഷൻ അത് കൊടുത്ത് പലർക്കും ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും. ഇപ്പൊ പലരും ഇൻഡോർ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്, അത് ഒരു പ്രധാന ഫാക്ടറാണ് മുട്ടുവേദന വരാൻ. പിന്നെ ബോഡി വെയിറ്റ്, ഓവർ വെയിറ്റ്, പിന്നെ ലാക്ക് ഓഫ് എക്സസൈസ്. മൈൽഡ് ടു മോഡറേറ്റ് എക്സസൈസ് എല്ലാവർക്കും വേണം, നിർബന്ധമായിട്ട്. WHO റെക്കമെൻഡ് ചെയ്യുന്നത് വീക്ക്ലി അറ്റ്ലീസ്റ്റ് 3 days മിനിമം 30 minutes എക്സസൈസ് ചെയ്യണമെന്നാണ്. നമ്മുടെ പിന്നെ ജോയിന്റ്സ് നമ്മുടെ ഇപ്പൊ സ്ക്വാറ്റിംഗ് നിലത്തിരിക്കുന്നത് ആരും ചെയ്യുന്നില്ല. നമ്മുടെ റെഗുലർ ആക്ടിവിറ്റിയിൽ കുറച്ച് സ്ക്വാറ്റ് ചെയ്ത് ഇരിക്കാൻ നമ്മള് കസ്റ്റംഡ് ആയിട്ടും ഈ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. പണ്ട് നമ്മുടെ ക്ലോസറ്റ് തന്നെ എന്താ ഇന്ത്യൻ ക്ലോസറ്റ് എന്ന് പറയാം. ഇന്ത്യൻ ക്ലോസറ്റിന്റെ ഹാബിറ്റ് സിറ്റിംഗ് ഡൗൺ.
ഇപ്പം എത്ര ആൾക്കാർ താഴെ ഇരിക്കുന്നുണ്ട്? പറ്റില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. ഇപ്പൊ ഡോക്ടർ നേരത്തെ എക്സസൈസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ എക്സസൈസ് ചെയ്യുന്നവർ ചിലർ കാൽമുട്ട് വേദന ഉള്ളവർക്ക് ചില എക്സസൈസ് ഒന്നും അവർ ചെയ്യില്ല, കാര്യം മുട്ടുവേദനയാണെന്ന് പറയും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ നടക്കുമ്പോൾ അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഈ വേദന കൂടില്ല? ശരിക്കും മുട്ടുവേദന ഉണ്ടെങ്കിലും നടക്കുന്നതാണ് ഇറ്റ് ഇസ് എ ഗുഡ് എക്സസൈസ്. ഓ, നമ്മൾ നടക്കാണ്ടിരുന്ന വാട്ട് ഹാപ്പൻസ്, നമ്മുടെ ഈ മസിൽസ് എല്ലാം വീക്കാവും. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ 50% ഈസ് ത്രൂ ദി ബോൺ ആൻഡ് 50% ത്രൂ ദി മസിൽസ്. അപ്പം നടക്കാണ്ടിരുന്ന നമ്മൾ മസിൽ വീക്കായി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടുവേദന കൂടത്തുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഫോർ ദി ഗ്രേഡ് 3 and 4 അല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ 1 or 2, 3 സ്റ്റേജ് ആണെങ്കിൽ നടക്കുന്നത്, എനിക്ക് തന്നെ ഒരു മുട്ടുവേദന ഉണ്ടായിരുന്നു. ഡോക്ടർക്കോ? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്ക് ഒരു കൊല്ലം മുമ്പ് ഭയങ്കര മുട്ടുവേദന, റൈറ്റ് സൈഡ് ഈസ് വെരി പെയിൻഫുൾ. സോ ഐ ഡൺ ഓൾ ഇൻവെസ്റ്റിഗേഷൻ, ഈവൻ MRI. MRIയിലും ഒരു കുഴപ്പമില്ല. സോ ഐ സ്റ്റാർട്ട് സം എക്സസൈസ് ആൻഡ് ഇറ്റ് ഈസ് ഗോൺ. നമ്മൾ നടക്കാണ്ടിരുന്നുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് വേദന കൂടത്തുള്ളൂ. പല ആൾക്കാരും ഇപ്പോൾ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ സാർ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഞാൻ നടക്കുന്നില്ല, ഞാൻ നിൽക്കുകയാണ്, നടക്കില്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, മക്കളും പറയും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് തന്നെ ഒരു പേഷ്യൻ്റ് ഒന്ന് കണ്ടിട്ട്, ഷീസ് ഓൺലി 60, നടക്കാൻ പറ്റുന്ന നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ടീക്കാരൻ എൻ്റെ അടുത്ത് വന്നതാണ്, റീപ്ലേസ്മെൻറ്റ് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒട്ടും നടക്കുന്നില്ലല്ലോ, ഈ നടക്കാത്ത ആൾക്കാർക്ക് എങ്ങനെ ഞങ്ങൾ മുട്ട് മാറ്റി വയ്ക്കുന്നത്? നിങ്ങൾ കാര്യം ചെയ്യ്, കുറച്ച് നടക്ക്, വാക്കർ പിടിച്ച് നടന്നിട്ട് വാ, നടന്ന് നിങ്ങൾ നിങ്ങൾക്കൊരു ഒരു നടക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് ടേക്ക് കെയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒട്ടും നടക്കാത്ത ആൾക്കാർക്ക് ഭയങ്കര മുട്ടുവേദനയായിരിക്കും. മുട്ടുവേദന ഉള്ള ആൾക്കാർക്ക് നടന്നു കഴിഞ്ഞാൽ ക്രമേണ കുറഞ്ഞു വരും. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് അവർക്ക് സ്റ്റെയർകേസ് കയറുമ്പോഴൊക്കെ അവർക്ക് ചെയ്യാം, പ്രശ്നമില്ല. ഒരു പ്രശ്നം, എനിത്തിങ് എല്ലാം പറ്റാവുന്ന നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യണം. ഓക്കെ. അത് ചെയ്യാതിരുന്നാൽ ഇത് ആക്ച്വലി കൂടത്തേ ഉള്ളൂ, കുറയില്ല. ഓക്കെ. ഇപ്പൊ ഒരു നീ റീപ്ലേസ്മെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ നമുക്ക് ഉണ്ട്. പക്ഷെ അതിലേക്ക് ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന പേഷ്യൻസ് ഒക്കെ പെട്ടെന്ന് കൺവിൻസ്ഡ് ആവാറുണ്ടോ? ലൈക്ക് അവർക്ക് ഒരുപാട് ആൻസൈറ്റി ഉണ്ടാവില്ല ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഇത് എങ്ങനെയാണ് ചെയ്യുക, ഇതെന്താണ് സംഭവം, അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, എനിക്ക് സാധാരണ പോലെ നടക്കാൻ പറ്റുമോ, വേദന, അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സാധ്യതകൾ? ഇത് നീ റീപ്ലേസ്മെൻറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതൊരു ഡോക്ടർ തീരുമാനിക്കേണ്ടതല്ല എപ്പോൾ ചെയ്യണം എന്നുള്ളത്, പേഷ്യൻ്റ് തീരുമാനിക്കേണ്ടതാണ്. ഇൻ ദ സെൻസ്, പേഷ്യൻറ്റിന് എപ്പോഴാണോ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് പെയിൻ അസഹ്യമാവുന്നത് അപ്പോഴാണ് ദ ഐഡിയൽ ടൈം ഫോർ സർജറി. ഈ നമ്മൾ പാരാമീറ്റേഴ്സും അല്ലെങ്കിൽ ഇൻഡിക്കേഷൻസും ടാബുലർ കോളം ഒക്കെ വരച്ച് വെക്കുന്നതൊക്കെ ഓക്കെ, ഇറ്റ്സ് ഫോർ അസ്, നമ്മൾ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ടൈം ഫോർ സർജറി എന്ന് പറയുന്നത് വെൻ ദ പേഷ്യൻറ്റ് വാണ്ട്സ് ദ സർജറി, അതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു എല്ല് പൊട്ടുമ്പോൾ വരുന്ന പോലത്തെ ഒരു എമർജൻസി പ്രൊസീജിയർ അല്ല. എല്ല് പൊട്ടിയിട്ട് കാഷ്വാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ, അല്ല എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നാൽ അതിന് നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യണം, അന്നത്തെ ദിവസമോ അല്ല അടുത്ത ദിവസമായിട്ട് ഓപ്പറേഷൻ ചെയ്യണം. നീ റീപ്ലേസ്മെൻറ്റ് സർജറി നമ്മളിപ്പം 1-2 ആഴ്ച വൈകിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ പെയിൻ കൂടുന്നത് വരെ വെയിറ്റ് ചെയ്തുകൊണ്ടോ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. തേയ്മാനം കൂടും, ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് എത്തുന്നു മാത്രം. അപ്പോൾ ഈ കൺവിൻസിങ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം പലപ്പോഴും വരാറില്ല. പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ നമ്മൾ അസസ് ചെയ്യുകയും അവർക്ക് എക്സ്റേ എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്താൽ പിന്നെ ഇറ്റ്സ് അപ് ടു ദ പേഷ്യൻറ്റ്. അവർക്ക് എന്നാണോ, ഇപ്പം ഓരോ ആൾക്കാരുടെ ഡിമാൻഡും വേറെയാണ്. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് 2024-ലാണ്, 25-ലാണ് ഇൻഫാക്ട്, ആൻഡ് ഇറ്റ്സ് നോട്ട് 1990. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തിൽ നമുക്ക് ഒരുപാട് വർഷം ആയുസ് കിട്ടുന്നതിലല്ല ആൾക്കാർക്ക് കാര്യം, ക്വാളിറ്റി ഓഫ് ലൈഫ്, ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ഇപ്പോൾ വേണ്ട. ഐ എം ഓക്കെ, ആൾക്കാർ ഓക്കെയാണ്, 70 വയസ്സിൽ മരിച്ചാലും ഇറ്റ്സ് ഓക്കെ. പക്ഷേ ജീവിക്കുകയാണെങ്കിൽ ആ 70 വയസ്സ് വരെ ഏറ്റവും കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ പറ്റണം. അപ്പോൾ ആ ക്വാളിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഫോക്കസ് വരുമ്പോഴാണ് ഈ ചെറിയ ചെറിയ പെയിൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പ്രശ്നമായിട്ട് മാറുന്നത്. എനിക്കിപ്പം രാവിലെ എണീറ്റിട്ട് ഡൈനിങ് ടേബിൾ വരെ നടക്കാൻ പറ്റുന്നില്ല. ഇപ്പം എൻ്റെ ഫാമിലി കംപ്ലീറ്റ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ഐ എം ഫോഴ്സ് ടു സിറ്റ്, ബെഡ്റൂമിൽ ഇരുന്ന് കഴിക്കണം, വേദന കാരണം എന്ന് വന്നാൽ അത് ക്വാളിറ്റിയിലുള്ള ഒരു കോംപ്രമൈസാണ്. അങ്ങനെ വന്നാൽ ദാറ്റ് പേഷ്യൻറ്റ് റിക്വയർസ് സർജറി. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള റിസൾട്ട് പലർക്കും അറിയില്ല. ഇതിനോടുള്ള പേടിയാണ് പലപ്പോഴും കാരണം. പേടി എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയിൽ ആർക്കും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഈ വാട്സാപ്പും ഗൂഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പല റീൽസിലും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ ഇതേപോലെ എന്ത് ഡൗട്ട്സ് നമ്മൾ അപ്പോൾ ഗൂഗിൾ ചെയ്ത്. അതിന് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട്, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട്. പോസിറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ പോസിറ്റീവ് റിവ്യൂസ്. ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇത് ചെയ്ത ആൾക്കാരുടെ തന്നെ ആവണമെന്നില്ല. അതായത് നമുക്ക് ഒരാളുടെ ലൈഫിലേക്ക് കമൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഈസി നോ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഒരു ബോർഡർ ലൈൻ, ചെയ്യണോ വേണ്ടയോ എന്ന് സംശയമുള്ള ആൾക്കാർ പലപ്പോഴും അയ്യോ വേണ്ട, ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ. പക്ഷെ അപ്പോഴും ഫോക്കസ് ചെയ്യാത്തത് ചെയ്താൽ എത്രമാത്രം ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, ഞാനിപ്പം രാത്രി ആശുപത്രിയിൽ നിന്ന് വർക്കെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റൽ വീട്ടിലേക്ക് പോവാം. അപ്പം എൻ്റെ വണ്ടി തട്ടില്ല എന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ വന്നാൽ ഞാൻ എന്താ ചെയ്യുക?
ഞാനത് വണ്ടി തട്ടുമെന്ന് പേടിച്ചിട്ട് വീട്ടിലിരിക്കുമോ അതോ വണ്ടിക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കുക, എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക, വീട്ടിലേക്ക് പോവുക. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് അതിനെ കൊണ്ടുണ്ടാകുന്ന റിസ്കിനേക്കാൾ ഒരുപാട് അധികമാണ്. അപ്പം ഏതൊരു പ്രൊസീജിയർ എടുത്താലും അതിന് അതിൻ്റെതായ റിസ്ക്കുകളുണ്ട്. ബട്ട് വെൻ ദ ബെനിഫിറ്റ് ഇസ് വേ മോർ, ഒരുപാട് ബെനിഫിറ്റും കുറച്ച് റിസ്ക്കുകളാണ്, റിസ്ക് നമ്മൾ എടുക്കുക, ബെനിഫിറ്റിലേക്ക് പോവുക. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഫ്രൈഡേ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു. ഷീസ് ഓൺലി 53 വയസ്സുള്ളൂ. 53 വയസ്സ്. അവർ കുറേ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് എവരിബഡി അഡ്വൈസ് ടേക്ക് കെയർ. എൻ്റെ അടുത്ത് വന്നപ്പോൾ 53 വയസ്സുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും എക്സ്റേയിലില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വേദനയുണ്ടോ? ചെറിയ വേദനയുണ്ട് സാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അല്ല സാർ ഇത് എല്ലാവരും, ഞാൻ 4 ഡോക്ടേഴ്സിനെ കണ്ട് എല്ലാവരും ടേക്ക് കെയർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയന് വേണ്ടി ഞാൻ വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വയസ്സ് 53 ആയിട്ടുള്ളൂ, ഈ പ്രായത്തിൽ നിങ്ങൾ സർജറി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലൈഫ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇംപ്ലാന്റിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ടേക്ക് കെയർ നമ്മൾ ചെയ്യുന്നത്. സോ വൺ സൈഡ് ഈസ് മെറ്റൽ, അതർ സൈഡ് ഈസ് പ്ലാസ്റ്റിക്. സോ ദ മെറ്റൽ ഈസ് മൂവിങ് ഓൺ ദി പ്ലാസ്റ്റിക്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇംപ്ലാന്റ് ആയാലും ഇറ്റ് വിൽ ലാസ്റ്റ് നിയർലി 20-25 years ഇഫ് യു ആർ ഡൂയിങ് ഇൻ പ്രോപ്പർലി. സോ ഈ പ്ലാസ്റ്റിക് എന്തായാലും തേയ്മാനം വരും. മെറ്റൽ തേഞ്ഞില്ലെങ്കിലും ദ പ്ലാസ്റ്റിക് വിൽ തേയ്മാനം വരും. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് സർജറി വേണം നിർബന്ധമാണോ? അല്ല നിർബന്ധമൊന്നുമല്ല, 4 പേര് പറഞ്ഞപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് വന്നു ചോദിക്കാൻ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം ചെയ്യണ്ട, നിങ്ങൾ തൽക്കാലം കുറച്ച് എക്സസൈസും കുറച്ച് മെഡിസിനും കഴിച്ച് നോക്ക്, അതായത് നിങ്ങൾക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വന്നാൽ അപ്പം തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ആർ വെരി മച്ച് കൺവിൻസ്ഡ്. അവർ പോയി. ഇതാണ്. അപ്പോൾ അത് പ്രായം ഈസ് വൺ ഒരു ഘടകമാണ്. ഇത് വയ്യ എനിക്ക് വേദനയാന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് എൻ്റെ നീ മാറ്റി വെച്ചേ. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട് ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നത്? അല്ല സാറേ പല ഡോക്ടേഴ്സും പറഞ്ഞു ഇത് കുറച്ച് കഴിഞ്ഞ് ഭയങ്കര വളവ് വരും, ഭയങ്കര വളവ് വരുന്നത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു ശരിയാണ്, കുറച്ച് കഴിഞ്ഞാൽ വളവ് വരും. വളവ് വരില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വളവിനൊരു സമയമുണ്ട്, ഒരു സമയപരിധിയുണ്ട്. അതായത് ഒരു 60 വയസ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ 50 വയസ്സിനും ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു 60 വയസ്സിൻ്റെ അടുത്ത്, അതാണ് നമ്മുടെ ഐഡിയൽ ടൈം ഫോർ ടേക്ക് കെയർ. ഇത് അവർ പറഞ്ഞു ശരി സാറേ ഞാൻ കുറച്ചുകൂടി നോക്കട്ടെ, ഞാൻ ഗോയാനെ കൂടാണെങ്കിൽ സാറിൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞു. ഇപ്പം മുട്ടിനൊരു തേയ്മാനമായിട്ട് ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ഡോക്ടറുടെ അടുത്തേക്ക് വരികയാണ്. അതിനുശേഷം നമ്മൾ കുറേ സെഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നീ റീപ്ലേസ്മെൻറ്റിലേക്ക് എത്തിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുവരെയുള്ള ഒരു സ്റ്റേജ് ആക്ച്വലി എന്തായിരിക്കും സംഭവിക്കുക ആ പേഷ്യൻറ്റിന്? ഇത് കുറച്ച് മോഡൽ സെർച്ച് കാണിക്കും. അത് നമ്മുടെ നോർമൽ നീ ആണ്. നോർമൽ നീയുടെ അപ്പർ സൈഡിലെ കാർട്ടിലേജ് യൂഷ്വലി അത് നല്ല വൈറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. ഇവിടെ മെനിസ്കസ് ഉണ്ട്, ഈ എല്ലിൻ്റെ മേലെയും കാർട്ടിലേജ് ഉണ്ട്. നോർമലി ഇത് വളരെ സ്മൂത്ത് ആയിട്ട് ഇതിനകത്ത് കുറച്ചൊരു ഫ്ലൂയിഡും ഉണ്ടാവും, ലൂബ്രിക്കേഷൻ. നമ്മുടെ കോഴിയുടെ കാലിൻ്റെ അറ്റത്ത് എല്ലിൻ്റെ അറ്റത്തെ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ട് ആൾക്കാർ. കോഴിയുടെ കാലിൻ്റെ അറ്റത്ത് ചിക്കൻ കഴിക്കുമ്പോൾ ഒരു കോട്ടിങ് പോലെ സെയിം തിങ്. അതെ, മനുഷ്യരുടെ എല്ലിന്റെ അടിയിലും ജോയിന്റ്സിലും ഉണ്ടാവും. നോർമലി ഇത് വളരെ സ്മൂത്ത് ആണ്, ഇതിന് യാതൊരു റഫ് ഏരിയാസും ഉണ്ടാവില്ല. ശരിക്കും ഇതാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതില് നമുക്ക് നടക്കുമ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ എപ്പോഴും കുറച്ച് ഡാമേജസ് ഉണ്ടാവും. പക്ഷെ ബോഡിക്ക് അത് അപ്പൊ തന്നെ റിപ്പയർ ചെയ്യാനുള്ള മെക്കാനിസം, അത് ആ മെക്കാനിസം ഫെയിൽ ആകുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഈ കാർട്ടിലേജസ് ഇങ്ങനെ ഡാമേജ് കുടിക്കാൻ തുടങ്ങും. ഓക്കെ. അപ്പൊ ഈ കാർട്ടിലേജിന്റെ അടിയിൽ ബോണാണ്, അതിനകത്ത് ബ്ലഡും സെൽസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അത് ഇങ്ങനെ പുറത്തേക്ക് എക്സ്പോസ് ആകുമ്പോൾ ഇത് പിന്നെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പെയിൻ, വെയിറ്റ് ബെയറിങ്സ് വരുന്ന സമയത്ത് പെയിൻ കൂടുതലായി. അപ്പൊ ഇത് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വളരെ മോശമായിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തും. നടക്കാനും നിൽക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് ഈ എക്സ്പോസ്ഡ് ഏരിയസിനകത്തുനിന്ന് നീര് പോലെ ഫ്ലൂയിഡ്സ് പുറത്തേക്ക് വരും. ഭയങ്കരമായിട്ടുള്ള വേദന. കൂടുതലായിട്ട് നടക്കും. ഇങ്ങനത്തെ പേഷ്യൻസ് കൂടുതലായിട്ട് നടക്കാൻ പാടില്ല. പ്രത്യേകിച്ചും പല പേഷ്യൻസിനോട് നമ്മൾ കേൾക്കുന്ന എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയി, ഒരു കല്യാണത്തിനൊക്കെ പോയി തിരിച്ചു വന്ന അടുത്ത ദിവസം പേഷ്യന്റ് നീരായിരിക്കും. അത് ശരിയാണ്, ഫുൾ നീരായിരിക്കും. പേഷ്യന്റ് കാല് ഉയർത്തി, അത് പിന്നെ ആ നീര് നമ്മൾ കുത്തിയെടുത്ത് റെസ്റ്റ് ചെയ്ത് പിന്നെ അത് ട്രീറ്റ് ചെയ്യണം. ഈ റോ ഏരിയസ് ഫ്ലൂയിഡ് എക്സീഡ് ചെയ്ത് പുറത്തേക്ക്. അപ്പൊ അതാണ് ആർത്രൈറ്റിസ്. ഈ പേഷ്യന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ നടക്കാൻ തുടങ്ങി അതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പേഷ്യന്റ് വളരെ ബുദ്ധിമുട്ടിലാവും. അപ്പോഴാണ് നമുക്ക് നീ റീപ്ലേസ്മെന്റ് ചെയ്യുന്നത്. നീ റീപ്ലേസ്മെന്റ് പ്രോസസ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കാർട്ടിലേജ് ഒക്കെ റിമൂവ് ചെയ്യും. ഈ കംപ്ലീറ്റ് കാർട്ടിലേജ് റിമൂവ് ചെയ്യും. ഇത് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ജോയിന്റ്, മുകളിൽ മെറ്റൽ താഴെ മെറ്റൽ, ഇടയ്ക്ക് വാഷർ പോലെ ഒരു പ്ലാസ്റ്റിക് പോളി ഇത്തലിന്റെ ഒരു വാഷർ പോലെയാണ്.
അതാണ് അതിൻ്റെ മെക്കാനിസം. ഈ മോഡലിൽ നമ്മൾ കാണിച്ചു. അപ്പോൾ ബേസിക്കലി നമ്മൾ എല്ലിൻ്റെ ടോപ്പ് ഭാഗം റിമൂവ് ചെയ്തിട്ട് അതിനകത്ത് മെറ്റൽ ഇംപ്ലാന്റ് വയ്ക്കും. അതുപോലെ തന്നെ ഈ എല്ലിൻ്റെ അപ്പർ പോർഷൻ ഇംപ്ലാന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് ഇംപ്ലാന്റ് ചെയ്യും. അപ്പൊ ഇത് പേഷ്യൻസിന് ഇങ്ങനെ തന്നെയാണോ കാണിച്ചു കൊടുക്കുക? അല്ലെ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നീ റീപ്ലേസ്മെന്റ് എന്ന് വിചാരിക്കും പോകുമ്പോയിക്കോട്ടെ എന്റെ മുട്ട് മൊത്തത്തിൽ ഇവര് മാറ്റി വെക്കാൻ വേണ്ടി പോവാണോ, അത് ആ ഒരു ഏരിയ മൊത്തത്തിൽ മാറ്റുമോ? പൊതുവേ നമ്മള് മലയാളത്തിൽ പറയുന്നത് ചിരട്ട മാറ്റി വെക്കുക. ചിരട്ട മാറ്റി വെക്കലല്ല, ബേസിക്കലി ഇംഗ്ലീഷിൽ ശരിക്കും റീസർഫസിങ് ആണ്. ഇതിന്റെ റബ്ബ് ചെയ്യുന്ന സർഫസസ് നമ്മൾ മെറ്റലാക്കും. പിന്നെ റബ്ബ് ചെയ്യുന്ന സർഫസിൽ പെയിൻ ആയിട്ട് ഡാമേജ് വന്ന ഭാഗങ്ങൾ മാറ്റി അതിന് പുതിയ ഭാഗങ്ങൾ വെക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ യെസ്, അപ്പൊ ഇങ്ങനെ കുഷനിങ് പോലെ എഫക്ട് ചെയ്യുന്നുള്ളത് അല്ലേ? അപ്പൊ ഇതാണ് ശരിക്കും. അപ്പൊ ഇത് വൺസ് ഇപ്പൊ ഇതിന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 25 years. ഇപ്പോഴത്തെ ന്യൂ ഇംപ്ലാന്റ്സ് ഒക്കെ മിനിമം 25 to 30 years എത്രയാണ് വരുന്നത്? ഓക്കെ, ഇപ്പൊ യൂഷ്വലി ഇതിന്റെ പ്രശ്നം ഈ ഇംപ്ലാന്റ്സിലല്ല ഉണ്ടാവും. ഇംപ്ലാന്റ് കൊണ്ടുള്ള ഒരു പ്രോബ്ലത്തെക്കാളും ഇംപ്ലാന്റ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇതിനെ എഫക്ട് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന ബോർഡ് റിയാക്ട് ചെയ്തിട്ട് പ്രോബ്ലംസ് ഉണ്ടാവും. ഈ ഇംപ്ലാന്റ് ബോൺ ഇന്റർഫേസിൽ പ്രശ്നങ്ങൾ വന്നിട്ടാണ് ഇത് ലൂസ് ആവുക, ഇളകി പോവുക, അങ്ങനത്തെ പ്രോബ്ലംസ്. അത് ശരിക്കും ടെക്നിക്ക് കറക്റ്റ് ഇല്ലെങ്കിലാണ് ഇത് ഫെയിൽ ആവുക. അതെ, കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കറക്റ്റ് ആയിട്ടുള്ള നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ചെയ്യണം എന്ന് പറയണത്. അപ്പൊ ഇതൊരു ലോങ് പ്രൊസീജിയർ ആണോ? ഇതിന്റെ ഒരു ടൈം ഒക്കെ എങ്ങനെയാ, റെസ്റ്റ് പീരീഡ് എങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ? യൂഷ്വലി ഇറ്റ് ഈസ് 1 hour. ഓക്കെ, 1 hour കൊണ്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് ഈ സാധനം ഇംപ്ലാന്റ് ചെയ്യുന്നത്. യൂഷ്വൽ ടൈം. ഇപ്പോൾ സപ്പോസ് ഒരു പേഷ്യൻറ്റ് ഭയങ്കര വളവുള്ള പേഷ്യൻറ്റ് വരാണെങ്കിൽ, ഇപ്പോൾ പലരും നിങ്ങൾ പോലെ നടക്കുന്ന പേഷ്യൻസ് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കാലിങ്ങനെ ബ്രാക്കറ്റ്, അങ്ങനത്തെ പേഷ്യൻറ്റ് ലിറ്റിൽ ബിറ്റ് ഒരു കയ്യിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സർജറിയാണ്. ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ മോർ ടൈം. അത് നമ്മൾ ചെയ്യുന്ന സർജൻ്റെ എക്സ്പീരിയൻസും എത്രത്തോളം ഇതാണെന്ന് നോക്കിയിട്ടാണ് എൻ്റെ ടൈം. ആവറേജ് ടൈം ഈസ് 1 hour. 1 hour. ഇപ്പോൾ വൺസ് നമ്മൾ ഈ ഒരു റീപ്ലേസ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ അവർ നടക്കാൻ തുടങ്ങുമ്പോഴേക്ക് അങ്ങനെ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കണോ? പിന്നെ അവരുടെ മൂവ്മെന്റ്സിലൊക്കെ? ഇല്ലില്ല, നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ നടത്തിക്കും. ഓക്കെ, അതിന് ഈവൻ നമുക്ക് സെയിം ഡേ തന്നെ നടത്തിക്കാം. പക്ഷെ പല പേഷ്യൻറ്റും നമ്മൾ അനസ്തീഷ്യ കൊടുത്ത് അതിൻ്റെ റിക്കവറി ആയതുകൊണ്ട് നമ്മൾ സെയിം ഡേ നമ്മൾ സാധാരണ നടത്തിക്കാറില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ പേഷ്യൻറ്റിനെ വാക്കറിൽ ഫ്രീ ആയിട്ട് പേഷ്യൻ്റ് നടക്കും. പിന്നെ പല പേഷ്യൻസും പല പോലെയാണ്. ചില പേഷ്യൻസ് ഞാൻ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ദേ വാക്ക് വിത്തൗട്ട് സപ്പോർട്ട്, വിത്തൗട്ട് വാക്കർ നടക്കും. പിന്നെ ഡിസ്ചാർജ് ചെയ്ത് സ്റ്റിച്ച് എടുക്കാൻ വരുന്ന ആഫ്റ്റർ 2 weeks ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് വരുന്ന പേഷ്യൻസും ഉണ്ട്. പക്ഷെ ചില പേഷ്യൻസ് ഈവൻ വീൽ ചെയറിലും വാക്കർ ഇതിലും ട്രോളിലും വരുന്ന പേഷ്യൻസ് ഉണ്ട്. അത് ടൈപ്പ് ഓഫ് ദി പെയിൻ സെൻസിറ്റിവിറ്റി ഉള്ള ചില ഡിഫറൻസ് ഇൻ പേഷ്യൻസിൻ്റെ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പം ഇത് ഇതുപോലെ വൺസ് ഈ റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു ടെൻഷൻ ഉണ്ടാവും. ലൈക്ക് നമ്മൾ സാധാരണ പോലെ ഇപ്പോൾ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ ഇവിടെ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? ഇപ്പോൾ എല്ലാം ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്ന റെസ്ട്രിക്ഷൻ ഓൺലി താഴെ ഇരിക്കാൻ പാടില്ല എന്ന് മാത്രമേ എൻ്റെ റെസ്ട്രിക്ഷൻ ഉള്ളൂ. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. ഈവൻ നമുക്ക് സ്റ്റെപ്പ് കയറാം, മല കയറാം. ഈവൻ നമ്മുടെ ഈ അടുത്ത് നമ്മുടെ LP NP വേണുഗോപാലിൻ്റെ ബ്രദർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് ആശാൻ ഇപ്പോൾ ഈ അടുത്ത് മല കയറി വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഈ താഴെ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഭയങ്കര സ്ട്രെയിനാണ്, ഭയങ്കര ജോയിന്റ് പ്രഷറാണത്. പറയാം, ഈ മോഡൽ വെച്ചിട്ട് കാണിച്ചാൽ ശരിക്കും താഴെ ഇരിക്കാൻ പറ്റും. ഇപ്പോഴത്തെ മോഡൽ ഡിസൈൻസിലൊക്കെ താഴെ ഇരിക്കാൻ പറ്റും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് നമ്മൾ മടക്കുന്ന സമയത്ത് ഇതിലൊരു എക്സ്ട്രാ ഒരു പ്രഷർ വരും. ആ പ്രഷർ ഈ ഇംപ്ലാന്റിന് ഒരു ചെറിയൊരു ഷോക്ക് വരാൻ സാധ്യത കൂടുതലാണ്. വെറുതെ റിസ്ക് എടുക്കണ്ട എന്നുള്ളൊരു ഇത് മാത്രമാണ്. അല്ലെങ്കിൽ ഇതിപ്പോൾ വൺസ് നമ്മളൊരു നീ റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ചെക്കപ്പ് ഉണ്ടോ? ഇത്ര ഇന്റർവെൽസിൽ പിന്നെ വീണ്ടും പോയി നമ്മളത് ചെക്ക് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ യൂഷ്വലി പറയുന്നത് നമ്മൾ സ്റ്റിച്ച് എടുക്കാൻ വരും 2 weeks കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ പറയുന്നത് 1 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയും. ദെൻ ആഫ്റ്റർ 2 months. ദെൻ സാധാരണ യൂഷ്വലി ഒരു 99% സാധാരണ കുഴപ്പമൊന്നും വരാറില്ല. പക്ഷേ സപ്പോസ് ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി ഞാൻ ഭയങ്കര വളവുള്ള പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര ഓസ്റ്റിയോപൊറോട്ടിക് പേഷ്യൻ്റാണ്, അതായത് ബോൺ സോഫ്റ്റായി ബോൺ, അല്ലെങ്കിൽ വേറെ അസുഖമുള്ള പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ ഡയബറ്റിക് നമ്മൾ ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ എവറി 2 months or 3 months ഫോളോ അപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരാൾക്ക് നീ റീപ്ലേസ്മെന്റ് നമ്മൾ ചെയ്യണമെങ്കിൽ ആ ഒരു സർജറി, ആ ഒരു പ്രൊസീജിയറിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ അനസ്തേഷ്യ കൊടുത്തിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ ഡോക്ടർ, അതെങ്ങനെയാണ്? സാധാരണ ഒരു മേജർ സർജറി പോലെയാണോ? ഇത് മേജർ മൈനർ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. അതായത് ഈ സർജറി ആവശ്യം വരുന്നത്, ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞല്ലോ, ഇതൊരിക്കലും 30 വയസ്സിലോ 40 വയസ്സിലോ ചെയ്യില്ല. അപ്പോൾ ഒരു 55 വയസ്സിൻ്റെ മുകളിലേക്കാണ് നോർമലി ആവശ്യം വരിക.
അപ്പോൾ ഒരു 60 വയസ്സിൻ്റെ മുകളിലുള്ള എത്ര പേർക്ക് ഷുഗറും BP-യും ഹാർട്ടിന് ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാരുണ്ട്? വളരെ ചുരുക്കം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർജറി ചെയ്യുന്ന 99% പേഷ്യൻസിനും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പേടിച്ചിട്ട് ഇത് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പം ഫോളോ ചെയ്യുന്ന ഒരു സെറ്റ് പ്രോട്ടോക്കോളാണ്. നമ്മളൊരു ടീം മൊത്തത്തിൽ ഫോളോ ചെയ്യുന്ന ഇറ്റ്സ് എ സെറ്റ് പ്രോട്ടോക്കോൾ. അപ്പോൾ പ്രോട്ടോക്കോൾ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് ആര് ചെയ്താലും നമ്മളെ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾ ദ സെയിം. അപ്പോൾ ആദ്യം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷൻ അസസ് ചെയ്യുക. മുട്ടിൻ്റെ കംപ്ലീറ്റ് എക്സ്റേ, അതായത് ഹിപ്പും നീയും ആങ്കിളും കൂടെ ഒരൊറ്റ ഫിലിമിൽ വരുന്ന എക്സ്റേ ഉണ്ട്. അതിന് നമ്മൾ സ്കാനോഗ്രാം എന്ന് പറയും. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ 2 ഹിപ്പും വരുമല്ലോ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ജെനറ്റിക് ആക്സസ് എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ജന്മനാ ഉള്ള അലൈൻമെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്ത് നിന്ന് എത്ര ഡിഗ്രി മാറിയിട്ടാണ് ഇപ്പോൾ ഈ മുട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർജറിക്ക് മുമ്പ് തന്നെ നമുക്കറിയാം എത്ര മില്ലിമീറ്റർ അവിടെ ബോണിൽ കട്ടെടുക്കണം, എങ്ങനെ കോമ്പണൻറ്റ് പ്ലേസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ ഡയബറ്റിക് ഷുഗറിൻ്റെ സ്റ്റേറ്റസ്, BP-യുടെ സ്റ്റേറ്റസ്, കാർഡിയാക് സ്റ്റേറ്റസ് ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ബേസിക്കലി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റിസ്ക് പരമാവധി കുറച്ച് വെക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിന് ബേസിക്കലി സർജറിയുടെ തലേ ദിവസം വൈകുന്നേരം വന്നാൽ മതി. ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നത് പോലെ വൈകുന്നേരം 5 മണിക്ക് വന്ന് ചെക്ക് ഇൻ ചെയ്യാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മൾ സർജറി ചെയ്യുക. ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് അനസ്തീഷ്യ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് സർജറി ചെയ്യും. സർജറി ചെയ്ത് കഴിഞ്ഞാൽ സാറ് പറഞ്ഞതുപോലെ നമുക്കിപ്പം 9 മണിക്ക് സർജറി സ്റ്റാർട്ട് ചെയ്തു, 10 മണിക്ക് തീർന്നു. പേഷ്യൻറ്റിനെ 11 മണിക്ക് നടത്തിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളത് ചെയ്യാറില്ല എന്ന് മാത്രം. കാരണം ഇത് തന്നെ, നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കുന്നത്? അപ്പോൾ റിസ്ക് ഇൻ ദ സെൻസ് പേഷ്യൻറ്റിൻ്റെ അനസ്തീഷ്യ ആയിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണ് ഓരോ ആൾക്കാർക്ക്. അപ്പോൾ ഒരു ദിവസം പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആയിട്ട് കിടക്കട്ടെ, അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ നടത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം ഡിസ്ചാർജ് ആണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ സ്റ്റിച്ച് എടുക്കാൻ പോലും പേഷ്യൻറ്റ് തിരിച്ച് വിളിക്കാറില്ല. അകത്തുനിന്ന് തന്നെ അബ്സോർബ് ആവുന്ന സ്റ്റിച്ചുകളാണ് ഇടാറ്. പേഷ്യൻറ്റ് നമ്മുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കും. എന്താവശ്യം ഉണ്ടെങ്കിലും 24/7 അവർക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ പോലും പല പേഷ്യൻസും വിളിക്കേണ്ട ആവശ്യം വരാറില്ല. ഒരു 1 മന്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് വരും, കണ്ടു കഴിഞ്ഞാൽ ദെൻ മോർ ഓർ ലെസ് ഇറ്റ്സ് ഡൺ. അപ്പോൾ സർജറി എന്ന് പറയുന്നത് മേജറാണെന്ന് പേഷ്യൻറ്റിന്, ഇപ്പം എൻ്റെ ശരീരത്തിൽ എനിക്ക് ചെറിയൊരു മുറിവ് വന്നാൽ അത് മേജറാണ്. പക്ഷേ ഇതിനെ അങ്ങനെ നമ്മളൊരു വലിയ സർജറി ആയിട്ട് കാണേണ്ട കാര്യമില്ല. അപ്പം ഈ മുട്ട് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ മുട്ട് മുഴുവനായിട്ടല്ല മാറ്റിവെക്കുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞില്ലേ, ജസ്റ്റ് ബേസിക്കലി ഒരു മെറ്റൽ ക്യാപ്പ് ഇടുന്നതാണ്. ഒരേന്ന ഭാഗത്ത് ഓരോ മെറ്റലിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കുക, ബസ് അത്രേ ഉള്ളൂ. പിന്നെ ആക്ച്വലി ഈ TCAR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എലക്റ്റീവ് സർജറിയാണ്. സോ വി ഹാവ് ടു തറോലി ഇൻവെസ്റ്റിഗേറ്റ് മെയിൻലി ദ കാർഡിക് പ്രോബ്ലം. നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം വന്ന് പിറ്റേ ദിവസം പേഷ്യൻറ്റ് വല്ല MI അടിക്കുകയോ അല്ലെങ്കിൽ വേറെ സീരിയസ് പ്രോബ്ലം വരാണെങ്കിൽ ഇറ്റ് ഈസ് ഒരു അത്ര നല്ലതല്ല. സോ യൂഷ്വലി നമ്മുടെ അടുത്ത് വരുന്ന 60-നും 80-നും ഇടയ്ക്കുള്ള പേഷ്യൻസാണ്. ഏത് പേഷ്യൻ്റ് ഏത് സമയത്ത് വേണമെങ്കിലും കാർഡിക് പ്രോബ്ലം വരാം, ഈവൻ ഇസ്കീമിയ വരാം. സോ വി ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് തർ വിത്ത് എക്കോ എടുത്ത എല്ലാ കാർഡിയോളജിസ്റ്റിനെ കണ്ട് ദേ ആർ ടെല്ലിങ് ദാറ്റ് ഇറ്റ് ഇസ് ഫിറ്റ് ഫോർ സർജറി ഓൺലി ദെൻ വി ഡു. ഇഫ് ദേ ആർ ടെല്ലിങ് ദാറ്റ് ഇസ് സം റിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പേഷ്യൻറ്റിനെ അസസ് ചെയ്തിട്ട് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ് ഷീ ഈസ് 75 എൻ്റെ അടുത്ത് TCAR-ന് വന്നാണ് ലാസ്റ്റ് ഡിസംബർ. അത് ചോദിച്ചു വന്നതാണ്. പേഷ്യൻറ്റ് വന്ന് എവറിത്തിങ് എല്ലാം റെഡി, പേഷ്യൻറ്റ് ഫിറ്റാണ്, എല്ലാം ഞാൻ കണ്ടപ്പോൾ ആസിച്ച് എവറിത്തിങ് ഇസ് ഫിറ്റ്. സോ ഐ സെൻഡ് ഇറ്റ് ഫോർ എ കാർഡിയോളജി ഒപ്പീനിയൻ. കാർഡിയോളജി ഒപ്പീനിയൻ വന്നപ്പോൾ ഇറ്റ് ഈസ് എ 1 artery ഈസ് എ മേജർ ബ്ലോക്ക്. സോ അവർ പറഞ്ഞു ഒന്നല്ല 2 arteries ബ്ലോക്ക്. അവർ പറഞ്ഞു ബൈപ്പാസ് വേണം, CBG അതായത് ബൈപ്പാസ് സർജറി വേണമെന്ന് പറഞ്ഞു ഉടനടി അവർ പാക്കാൻ. സോ അവരെൻ്റെ അടുത്ത് വന്നു, സാറേ ഇതൊക്കെ ഇത്ര വലിയ മേജർ ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നുള്ള ഡോക്ടർ പറഞ്ഞത്, എന്താ ഞങ്ങൾ മുട്ടിന് വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു മുട്ടിനേക്കാളും വലുതാണ് ഹാർട്ട് ശരിയാവേണ്ട മുട്ട് ചെയ്യാൻ പറ്റുമോ? ആൻഡ് ദേ റെഡി വിത്തിൻ 1 month ഇത് ബൈപ്പാസ് സർജറി ചെയ്തു. ഓക്കെ, ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു 6 മാസം കഴിഞ്ഞിട്ട് ഇനി വേറെ എലക്റ്റീവ് സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ദേ കെയിം ടു മീ 1 month ഈ അടുത്ത് എൻ്റെ അടുത്ത് വന്നു, സാറേ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ ഫിറ്റാണ്, എനിക്ക് എന്തായാലും മുട്ട് വേണം, കാരണം അമ്മയുടെ കാല് ഭയങ്കര വളവാണ്. അപ്പം ഞാൻ പറഞ്ഞു ശരി ഓക്കെ. എന്തോ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ എൻ്റെ പൾസ് ഒന്ന് പിടിച്ചു നോക്കി, കാലിന് പൾസില്ല. അപ്പം അമ്മ പറഞ്ഞു ഇതെന്താ, എനിക്ക് എല്ലാം പ്രശ്നമാണല്ലോ, ഒന്ന് ഹാർട്ട് ഇപ്പോൾ കാല് പൾസ് തുടങ്ങുമ്പോൾ അടുത്ത പ്രശ്നം അടുത്തുനിന്നല്ലേ. എൻ്റെ 5 gram ചെയ്തപ്പോൾ ദർ ഇസ് എ കംപ്ലീറ്റ് ബ്ലോക്ക് ഇൻ ദി കാൽമ. അപ്പോൾ അവരത് ബൈപ്പാസ് സർജറി ചെയ്യാൻ പോവാണ്. പക്ഷേ അമ്മ എന്നിട്ടും എന്നോട് പറയാം ഇത് ശരിയാക്കിയിട്ട് ഞാൻ മരുന്ന് കൊണ്ട് അമ്മ എന്ന് പറയാം. ചില പേഷ്യൻസ് അത്ര ഒരു ഇതാണ്, അതായത് അത് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അതെ. ഈ സർജറി എന്ന് പറഞ്ഞപ്പോൾ ഈ റോബോട്ടിക് നീ സർജറി എന്ന് പറയുമ്പോൾ അതെന്താ സംഭവം? അതായത് നിങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കും,
റോബോട്ട് വന്ന് സർജറി ചെയ്തിട്ട് No, 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 അങ്ങനെയൊക്കെയാണോ? no, 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 no. ഇൻ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ റോബോട്ട് വിൽ കട്ട് മാത്രം റോബോട്ട് എടുക്കുന്നുള്ളൂ, പക്ഷേ പ്ലാനിങ് ബൈ ദി സർജൻ. ഓക്കെ. അതായത് എങ്ങനെ കട്ട് എടുക്കണം എന്നുള്ളത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം കമ്പ്യൂട്ടറിൽ. ദെൻ ദ റോബോട്ടിക് ആം വിൽ കം ആൻഡ് കട്ട് ഇറ്റ്. ഓ, ഓക്കെ. അല്ലാണ്ട് റോബോട്ട് അല്ല സർജറി ചെയ്യുന്നത്, ഓൺലി കട്ടിങ് ഓൺലി. അത് നമ്മൾ പറയുന്ന പോലെ റോബോട്ട് കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഈ നീ റീപ്ലേസ്മെന്റിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പേഷ്യൻസ് ചോദിക്കാറുണ്ടാവല്ലോ, ഞാൻ ജസ്റ്റ് ടാബ്ലറ്റ് മാത്രം കഴിച്ചാൽ ഓക്കെ ആവില്ലേ, അല്ലെങ്കിൽ അതിലൊരു ഇഞ്ചെക്ഷൻ ഉണ്ടല്ലോ അതെടുത്താലോ ഇത് ഒഴിവാക്കാമെന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടോ? പേഷ്യൻസ് ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, 90% ആൾക്കാരും ചോദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ, ഒരു ഓപ്പറേഷൻ അത് അവനവൻ്റെ ശരീരത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള എല്ലാ മെത്തേഡ്സും എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താ വരിക എന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ഇതാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദശ, എല്ലിൻ്റെ മുകളിൽ ജോയിൻറ്റിലേക്ക് വരുമ്പോൾ വരുന്ന കവറിങ്. അപ്പോൾ ഇതിൻ്റെ വെയർ ആൻഡ് ടയർ അല്ലെങ്കിൽ തേയ്മാനത്തിനെയാണ് നമ്മൾ മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരിക്കൽ ഇത് ഇളകിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് ലോകത്ത് എവിടെ ചെന്നാലും ഇതിനെ തിരിച്ച് പഴയതുപോലെ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ തേയ്മാനം ഇനി അങ്ങോട്ടുള്ള തേയ്മാനം, ഇപ്പോൾ ഒരു 55 വയസ്സിലാണ് ഒരാൾ വരുന്നത്, അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ തേയ്മാനം കാണുന്നുണ്ട്. അപ്പോൾ തേയ്മാനം കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഇനി ഫേർദർ തേയ്മാനം വരുന്നത് സ്പീഡ് കുറയ്ക്കാൻ പറ്റും. അത് അടുത്ത 10 വർഷത്തിൽ വരേണ്ട തേയ്മാനം അടുത്തൊരു 15-20 വർഷത്തിൽ വരേണ്ട രീതിയിൽ നമുക്ക് ചില ആക്ടിവിറ്റി മോഡിഫിക്കേഷനുകളും നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസുകളും ചെയ്യുമ്പോൾ നമുക്ക് മാറ്റാൻ പറ്റും. അതല്ലാതെ ഈ വന്ന കാർട്ടിലേജിനെ രണ്ടാമത് പഴയതുപോലെ ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ നമ്മൾ അമേരിക്കയിൽ ചെന്നാലും ഓസ്ട്രേലിയയിൽ ചെന്നാലും UK ചെന്നാലും ഒക്കെ. അപ്പോൾ പിന്നെ ഈ വേദനയാണല്ലോ ബേസിക്കലി കാരണം ഒരു പേഷ്യൻ്റ് നമ്മളെടുത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ജോയിൻറ്റിൽ ഈ തേയ്മാനം വന്ന് ഉള്ളിൽ വരുന്ന നീർക്കെട്ട് കൊണ്ടാണ് പലപ്പോഴും വേദന വരുന്നത്. അതുകൊണ്ടാണ് റെസ്റ്റ് എടുത്ത അല്ലെങ്കിൽ വേദന സംഹാരി കഴിച്ചു കഴിഞ്ഞാൽ വേദനയൊന്ന് കുറയുന്നത്. അപ്പോൾ ഈ മുട്ടിൻ്റെ അകത്ത് വെക്കുന്ന ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും അതൊന്നെങ്കിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്ലൂക്കോസാമിൻ അല്ല ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോണ്ടന്റുള്ള ഇഞ്ചക്ഷൻ ആയിരിക്കും. ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഉള്ളിലെ നീർക്കെട്ടിനെ താൽക്കാലികമായിട്ട് കുറയ്ക്കും. അതല്ലാതെ കാർട്ടിലേജിന് ഇപ്പോൾ PRP എന്നും കേൾക്കാറുണ്ട്. ഇപ്പോൾ അതാണല്ലോ മെയിൻ ട്രെൻഡ്. ഇപ്പം എവിടെയാണെങ്കിലും PRP നമുക്ക് വെക്കാം. അപ്പോൾ ഈ PRP ആണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഉള്ള ഈ നീർക്കെട്ടിനെ ഒരു പരിധി വരെ കുറയ്ക്കും. അതായത് ഇൻഫ്ലമേഷന് പരമാവധി ഇത്തിരി കുറയ്ക്കും. അതായത് കുറച്ച് നാളത്തേക്ക് അതിനൊരു എക്സാക്ട്ലി അതാണ്. അപ്പോൾ അതും ടെമ്പററി ആണ്. ഇതൊരിക്കലും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷനും ഉണ്ട്. കാരണം നമ്മളിത് ജോയിൻ്റ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പുറത്തുനിന്ന് ഒരു നീഡിൽ അകത്തേക്ക് കുത്തിയിട്ടാണ് ഈ മരുന്നകത്തേക്ക് വെക്കുന്നത്. ആ സമയത്ത് ഇൻഫെക്ഷൻ വരാം. അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്നാൽ പിന്നീട് ഈ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആവും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ട്രൈ ചെയ്യുന്നതിനെ കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റെ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് ഡിഫറെൻ്റ് ആണ്. ഉദാഹരണത്തിന് വീട്ടിലൊരു കല്യാണം വരികയാണ്, 2 മാസം കഴിഞ്ഞിട്ട് കല്യാണം, ഓപ്പറേഷൻ നടക്കാനേ പറ്റുന്നില്ല, നല്ല വേദന, ഒരു എക്സ്റേ എടുത്ത് നോക്കി നമ്മൾ തേയ്മാനം ഉണ്ടെന്ന് കണ്ടു. ആ ഒരു ഇവൻറ്റിലേക്ക് നമുക്ക് ഡിലേ ചെയ്യാം ഒരു പ്രൊസീജിയർ. അല്ലെങ്കിൽ വീട്ടിൽ മറ്റെന്തെങ്കിലും ഒരു പരിപാടിയുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ വേറൊരാൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ഡിലേ ചെയ്യാൻ ഇഞ്ചക്ഷൻ ഓക്കെയാണ്. ഇതല്ലാതെ ഈ ഗ്രേഡ് 1 ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞില്ലേ, ഇപ്പോൾ ഗ്രേഡ് 1, 2, 3, 4 അങ്ങനെ 4 നമ്മൾ തേയ്മാനത്തിനെ ഡിവൈഡ് ചെയ്യുക. ഗ്രേഡ് 3 അല്ലെങ്കിൽ 4 എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഇഞ്ചക്ഷനെ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. 1 and 2 ടെമ്പററി ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ അപ്പോഴും ഈ ഇഞ്ചക്ഷന് പോകേണ്ട കാര്യമില്ല, പലപ്പോഴും എക്സസൈസ് തന്നെ മതി. 1 and 2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ മുട്ടിന് ചുറ്റുമുള്ള മസിലുകളെ ബലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് തേയ്മാനത്തിനുള്ള ചികിത്സയും. അങ്ങനെ ബലമുള്ള മുട്ടിൽ ഓപ്പറേഷൻ ചെയ്താൽ അതിൻ്റെ റിസൾട്ടും വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ ടെമ്പററി ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു, അത് എത്ര തവണ വേണമെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇല്ല, അത് ഈ ഹൈലൂറോണിക് ആസിഡ് ഇഞ്ചക്ഷൻ ഒക്കെ ആണെങ്കിൽ 2-3 ഡോസസ് ആണ് യൂഷ്വലി നമ്മൾ പറയുക. നേരെ മറിച്ച് സ്റ്റിറോയിഡ് ആണെങ്കിൽ എന്നോട് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയും എടുക്കാനേ പാടില്ല. പക്ഷേ എടുക്കുന്നവരുണ്ട്. ഇനി അവരുടെ റിസ്കിൽ അവർ എടുക്കുകയാണെങ്കിൽ മേ ബി 1 or 2 ഒരു 6 മാസം ഇടവിട്ടിട്ട് എടുക്കാം, നോട്ട് മോർ ദാൻ ദാറ്റ്. പക്ഷേ അത് വളരെ കെയർഫുൾ ആയിട്ട് എടുക്കണം. എടുക്കുന്ന സെൻറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, എടുക്കുന്ന ഡോക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അത്രയും ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ ആയിട്ട് മാത്രമേ ചെയ്യാവൂ. ഓക്കെ. ഇപ്പോൾ നീ റീപ്ലേസ്മെൻറ്റിൽ ഇപ്പോൾ റോബോട്ട് അതിൻ്റെ ഒരു സഹായം, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു റോബോട്ട് സർജറി ചെയ്യും എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഇതിൽ ഒരാളുടെ മനസ്സിലേക്ക് വരുന്ന ഡൗട്ട് അതാണല്ലോ. അപ്പോൾ ഡോക്ടേഴ്സ് അവിടെ ഒന്നും ചെയ്യില്ലേ, ഇത് എന്താ ശരിക്കും അവിടെ ചെയ്യാൻ പോണത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്താണ്? ടോട്ടൽ റീപ്ലേസ്മെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിപ്പ് നീ ആംഗിൾ, അതായത് നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഹിപ്പും നീയും ആംഗിളും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരണം, അതായത് 0 ആംഗിളിൽ വരണം. അതാണ് യൂഷ്വലി പണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന എല്ലാവരും ജനിക്കുമ്പോൾ ആ ആംഗിളിലാണ്
ജനിക്കുന്ന ജനറ്റിക്കായിട്ട് ആ ആംഗിളാണ് ജനിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. വിചാരിച്ചിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ലാസ്റ്റ് 10-15 ഇയേഴ്സ് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ പല ആൾക്കാരെയും ആംഗിൾ വ്യത്യാസമുണ്ട്. ഓ, അതായത് ഈ 0 ഡിഗ്രി, അത് ഹിപ്നി ആംഗിൾ 0 ഡിഗ്രിയിൽ വരുന്ന ഒരു 15-20% ആൾക്കാർക്ക് മാത്രമാണ് 0 ഡിഗ്രിയിൽ ആ അലൈൻമെൻറ്റ് വരുന്നുള്ളൂ. ബാക്കി 80%നും ഈ അലൈൻമെൻറ്റ് ഇല്ല. ഇപ്പം നമ്മൾ പണ്ട് TKR, അതായത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തിരുന്നത് ഈ 0 അലൈൻമെൻറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അതായത് നമ്മൾ ഫീമർ കട്ട് ചെയ്യും, ടിബിയ കട്ട് ചെയ്യും, എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യും. 0 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ, ആ കൺസെപ്റ്റിലാണ് നമ്മൾ TKR ചെയ്തിരുന്നത്. നമ്മൾ വെസ്റ്റേൺ പോപ്പുലേഷനിൽ ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ 0 ഡിഗ്രി വരുന്ന 20% ആൾക്കാർക്കും 80% ആൾക്കാർക്കും അല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ TKR കഴിഞ്ഞ മോസ്റ്റ് ഓഫ് ദി, അതായത് 75% ആൾക്കാരും ദേ ആർ നോട്ട് വെരി ഹാപ്പി. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ അങ്ങനെ 70% ഹാപ്പി അല്ലാത്ത ആൾക്കാർ കുറവാണ്. കാരണം നമ്മുടെ ആൾക്കാർ അത്ര കംപ്ലൈൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. വെസ്റ്റേൺ പോപ്പുലേഷൻ അങ്ങനെയല്ല, എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റ് വന്നാൽ അപ്പോൾ അവർ കംപ്ലൈൻറ്റ് ചെയ്യും. സോ അവർ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ, അതായത് നമ്മൾ 0 ഡിഗ്രി ആംഗിളിൽ ഇത് ഫിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നതാണ് അവർ കണ്ടുപിടിച്ചത്. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ വാരസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാൾക്ക് ഡിഫോമിറ്റി, അതായത് നമ്മുടെ കാലിൻ്റെതായ വളവിൽ ഒരു ആക്സെപ്റ്റ് ചെയ്യുന്ന വളവിൽ തന്നെ ഈ പ്രോസസ്സ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻ്റ് കംപ്ലയിൻസ്, പേഷ്യൻ്റ് ഹാപ്പിനെസ് കൂടുന്നതാണ് ഇപ്പോഴത്തെ പുതിയ സ്റ്റഡി. അപ്പോൾ അത് വന്നതിന് ശേഷമാണ് ഈ റോബോട്ടിക് സർജറി വരുന്നത്. കാരണം മനുഷ്യ സഹജമായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിപ്പോഴത്തെ ഈ ഇൻസ്ട്രുമെൻസും ഇംപ്ലാന്റ്സും എല്ലാം ഡിസൈൻ ഫോർ ദാറ്റ്. നമുക്കിപ്പോൾ 0 ഡിഗ്രിയിൽ നിന്ന് നമുക്കൊരു 1 ഡിഗ്രിയോ അല്ലെങ്കിൽ 3 ഡിഗ്രിയോ മാറ്റി കട്ട് ചെയ്യാൻ നമുക്ക് അതിൽ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രിസൈസായി കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ റോബോട്ടിക്സ് സർജറി ഈ രംഗത്ത് വന്നത്. അതൊന്ന്. സെക്കൻഡ് തിങ് ഈസ്, ഈ റോബോട്ടിക് സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടല്ല സർജറി ചെയ്യുന്നത്. ദ സർജൻ ഈസ് പ്ലാനിങ്. ഹൗ മച്ച്, എത്ര കട്ട് നമ്മൾ എടുക്കും, നമ്മൾ പ്ലാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ റോബോട്ടിക് ആം വിൽ കം ആൻഡ് കട്ട്. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദ കട്ട് വിൽ ബി മിനിമം. നമ്മൾ വേറെ സോഫ്റ്റ് ടിഷ്യൂവിനെ, ലിഗമെൻറ്റ്സിനെ, സോഫ്റ്റ് ടിഷ്യൂവിനെ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. സോ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ, അതായത് സർജറി കഴിഞ്ഞ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ സോഫ്റ്റ് ടിഷ്യൂ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് നമ്മുടെ ലിഗമെൻറ്റ്സും നമ്മുടെ സറൗണ്ടിങ് ടിഷ്യൂ ക്യാപ്സുകളും ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ് പെയിൻ വരുന്നത്. റോബോട്ടിക് സർജറിയിൽ അങ്ങനത്തെ ഇതില്ലാത്തതുകൊണ്ട് പെയിൻ റിലീഫ് ഈസ് ഡ്രമാറ്റിക്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ കട്ട് ഈസ് വെരി പ്രിസൈസ്. നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും ഒരു ചെറിയ വ്യത്യാസം 0.5 mm അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം വരും. സോ ഇപ്പോൾ കമ്പ്യൂട്ടർ ഈസ് കട്ടിങ്, ഇറ്റ് ഈസ് സോ പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളത്. ശരി. പിന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് 50+ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും TKR ഇങ്ങനെ ചെയ്യേണ്ടി വരാമെന്ന് പറഞ്ഞു. അതല്ലാതെ യങ് ആയിട്ടുള്ള ആളുകളിലും ഇത് ചെയ്യേണ്ടി വരാറില്ലേ? യങ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതെന്തായിരിക്കും ആ സിറ്റുവേഷൻസ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ 60 വയസ്സ് നമ്മൾ ഇംപ്ലാന്റിന്റെ ലൈഫ് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ചില സിറ്റുവേഷൻസിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പേഷ്യന്റ് ഒരു 25 വയസ്സിൽ കാൽമുട്ടിന് ഫ്രാക്ചർ വന്ന്, ആക്സിഡന്റൽ ഫ്രാക്ചർ വന്ന് ഡാമേജ് ആയിട്ടുള്ള ഒരു നമ്മളത് ഇംപ്ലാന്റ് ഒക്കെ വെച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനപ്പുറ കണ്ണാടി പൊട്ടിയ ഫിറ്റ് ചെയ്താൽ കണ്ണാടി പഴയ പോലെ ആവില്ല എന്ന് പറയില്ല. അതുപോലെ തന്നെയാണ് ജോയിന്റ് സർഫസും പെർഫെക്റ്റ് ആവില്ല. ഓൾമോസ്റ്റ് 100% ഒരിക്കലും ആക്കാൻ പറ്റും. സർജന്റെ സ്കിൽ അനുസരിച്ച് ക്യാൻ ബി ഫ്രം 70 to 99. അപ്പൊ ആ ഡാമേജ് റബ്ബ് ചെയ്യുമ്പോൾ, ഡാമേജ്ഡ് ബോൺസ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഡാമേജ് കൂടി വരും. ഇതിനാണ് സെക്കൻഡറി ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പ്രൈമറി ഓസ്റ്റിയോആർത്രൈറ്റിസ് ആൻഡ് സെക്കൻഡറി ഓസ്റ്റിയോആർത്രൈറ്റിസ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രായമോ വരുന്നത്, ദിസ് ഈസ് സെക്കൻഡറി ഓസ്റ്റിയോആർത്രൈറ്റിസ്. വേറൊരു കാരണം കൊണ്ട് നമുക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസ്, അത് വളരെ റെയർ ആയിട്ട്, റെയർ ഒന്നുമല്ല, അങ്ങനെ റബ്ബ് ചെയ്ത് കാർട്ടിലേജ് കംപ്ലീറ്റ് ലോസ് ആയി കഴിഞ്ഞാൽ ഈ പേഷ്യന്റ് ഓസ്റ്റിയോആർത്രൈറ്റിസ്, കാലില് വളവുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു, അപ്പൊ അത് നമ്മളിങ്ങനെ ഈ ഒരു റീപ്ലേസ്മെന്റ് ഒക്കെ ഇങ്ങനെ ചെയ്യണ സമയത്ത് അതിന്റെ ലൈഫ് അപ്പൊ 20 years അല്ലെങ്കിൽ 25 years കഴിയുമ്പോൾ വീണ്ടും ചെയ്യേണ്ടി വന്നേക്കാം അല്ലേ? നല്ല ക്വാളിറ്റി ഇംപ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ലൈഫ്. പിന്നെ സ്ഥലത്തും അല്ലേ? പിന്നുള്ളത് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആമവാദം സ്റ്റാർട്ടിങ് വെരി ഏർലി ഏജ്.
ഏർലി ഏജ് എന്ന് പറയുമ്പോൾ എത്ര വയസ്സ് മുതൽ? 20 years തൊട്ട് ഇറ്റ് ഇസ് കോമൺ നേരത്തെ ഡോക്ടർ പറഞ്ഞു. പറഞ്ഞാണ് 20 yearsലും സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ എല്ലാം എഫക്റ്റീവ് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഈസ് വെരി ഗുഡ്. പക്ഷേ പല ആൾക്കാരും എന്താ ചെയ്യുന്നത്, ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ നിർത്തും. കാരണം അത് ഇമ്പ്രൂവ്മെന്റ് ഇല്ലാന്നുകൊണ്ട് ദേ വിൽ സ്റ്റോപ്പ്. സോ ഒരു 30, 35, 40 വയസ്സ് സമയം ഭയങ്കര ഡിഫോമിറ്റി ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. സോ അങ്ങനത്തെ പേഷ്യൻറ്റിന് നമ്മൾ ആ സമയത്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താലും വലിയ എഫക്റ്റ് ഉണ്ടാവുന്നില്ല. സോ അങ്ങനത്തെ പേഷ്യൻറ്റും നമുക്ക് നീ റീപ്ലേസ്മെൻറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ യങ്ങർ ഏജിൽ. ഓക്കെ, ശരി, ഓക്കെ. ഫൈനൽ അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ടി കെയർ, അതിൻ്റെ ഒരു റൈറ്റ് ടൈം ഫോർ ടി കെയർ എന്ന് പറഞ്ഞാൽ ഡോക്ടറിന് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? യെസ്, റൈറ്റ് ടൈം ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ മൈ എക്സ്പീരിയൻസ് ഓഫർ ഇൻ 20 years ഇൻ ആർത്രോപ്ലാസ്റ്റി. പല പേഷ്യൻസും വരുന്നത് യൂഷ്വലി ഐ സെഡ് ഓൾറെഡി 60 to 80 years എന്ന് ഞാൻ പറഞ്ഞു. ഒരു പേഷ്യൻറ്റിന് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അവർക്ക് വീട്ടിൽ പണിയെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പുറത്തേക്ക് വീട്ടിലേക്ക് ഫംഗ്ഷന് പോകാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. സോ ഇഫ് ദ പേഷ്യൻ്റ് ഈസ് അത്ര ഡിസബിൾ ഉള്ള പേഷ്യൻറ്റ് ആണ് ദ കറക്റ്റ് ടൈം ഫോർ ദി ടേക്ക് കെയർ. അതായത് പെയിൻ ഈസ് എ വൺ തിങ്. പെയിൻ, അതായത് സിവിയർ പെയിൻ, അവർക്ക് ഡെയിലി ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാത്തത്. പിന്നെ വളവ്, പല പേഷ്യൻസും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന് 82 years ആൾ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞാണ് വരുന്നത്. വളഞ്ഞിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു, സാറ് ഞാൻ എന്താ ചെയ്യാം? ഞാൻ മുട്ട് മാറ്റി വയ്ക്കാൻ പറ്റും, അതുപോലെ ഓപ്പറേഷൻ അത് മാത്രമേ ഉള്ളൂ. അല്ല സാർ, എനിക്ക് നടക്കാനൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷേ നടപ്പ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നടപ്പ് ശരിയാക്കാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു നടപ്പ് ശരിയാക്കാൻ വേറെ വഴിയൊന്നുമില്ല, സർജറി മാത്രമേ ഉള്ളൂ. സോ പെയിൻ, പിന്നെ ഈ ഡിഫോമിറ്റി, അത് വളവ്, മുട്ടിൻ്റെ വളവ്, പിന്നെ മുട്ട് സ്റ്റിഫ്നെസ്, അതായത് മുട്ട് മടക്കാൻ പറ്റാത്ത സ്റ്റെപ്പ്, ടോട്ടൽ സ്റ്റിഫ്നെസ്. അതായത് പലർക്കും മുട്ട് നിവർത്താനും മടക്കാനും പറ്റാത്ത ഒരു സ്റ്റേജ്. അതായത് മുട്ടിന് ഇത്ര വഴക്കുണ്ടാവുള്ളൂ. ഇത്ര വഴക്കം വരുമ്പോൾ എന്താ കുഴപ്പം, അവർക്ക് നടക്കാനും സ്റ്റെപ്പ് കയറാനും ഇരിക്കാനും ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. സോ സ്റ്റിഫ്നെസ്, പെയിൻ, ഡിഫോമിറ്റി ഉള്ള പേഷ്യൻസ് ഇസ് ദ കറക്റ്റ് ടൈം ഫോർ ദി ടേക്ക് കെയർ. പിന്നെ ഒരു പല കാര്യങ്ങൾ. പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നു, ഷീ ഈസ് 65. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, സാറ് ഇത് ഇനി 2 കൊല്ലം തട്ടിമുട്ടി പോകാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു തട്ടിമുട്ടി പോകാൻ പറ്റും, അതിലെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്? സാറ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് നടക്കാനും പറ്റുന്നില്ല, പക്ഷേ എല്ലാവരും പറയുന്നത് ഈ മുട്ട് മാറ്റി വയ്ക്കുന്ന അത്ര വലിയ ഗുണമൊന്നുമില്ല, അതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വേദന സഹിച്ച് 4 കൊല്ലം 3 കൊല്ലം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമ്മൾ ചെയ്യുന്നത് വേദനയ്ക്ക് വേണ്ടിയാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് 70 വയസ്സിൽ 75 വയസ്സിൽ ചെയ്തിട്ട് എന്താ ഗുണം? അപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാം. വേദനയില്ല, ചെറിയ വേദനയാണെങ്കിൽ കുറച്ചുകൂടി നീട്ടി കൊണ്ടുപോകാം. പിന്നെ പലപ്പോഴും ഞാൻ പേഷ്യൻ്റ് പറയുന്നത്, ഇപ്പം നമ്മളൊരു 60 വയസ്സ്, ഇപ്പോൾ എല്ലാ 60 വയസ്സിന് റിട്ടയർഡ് ലൈഫാണ് നമ്മുടെ. റിട്ടയർഡ്, അതായത് ഇപ്പോൾ ഗവൺമെൻറ് ജോലിയാണ്, ഏത് ജോലിയും 60 വയസ്സ് റിട്ടയർഡാണ്, 60-62 വയസ്സ് റിട്ടയർഡ് ലൈഫാണ്. ആ സമയം ആകുമ്പോഴേക്കും പിള്ളേരെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുണ്ടാവും, പലർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും, ഒരുവിധം പ്രാരാബ്ദം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നിങ്ങളതിൽ പൈസ ഉണ്ടോ? ഈസ് എ ഗുഡ് ഓപ്ഷൻ. പൈസ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഒരു 60-65 വയസ്സ് എല്ലാ പ്രാരാബ്ദം കഴിഞ്ഞു, വേറെ അസുഖങ്ങളൊന്നുമില്ല, ദാറ്റ്സ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് മേജർ സീരിയസ് അസുഖമില്ലെങ്കിൽ, മുട്ടുവേദന ഉണ്ടെങ്കിൽ ടേക്ക് കെയർ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഐ ക്യാൻ ഗ്യാരണ്ടി ഫോർ 20-25 years വിത്തൗട്ട് എനി പ്രോബ്ലം. അപ്പോൾ തുടക്കത്തിലേ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ മുട്ടുവേദനയും എന്ന് പറഞ്ഞത് സാധാരണയല്ല, ചില കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ട്രീറ്റ് ചെയ്യണം. ഇനി അതിൽ നമ്മളൊരു സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത്ര പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നല്ല സ്ഥലത്ത് നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുടെ കീഴിൽ നമുക്കത് ചെയ്യാം. എന്തിനാണ് നമ്മൾ ഒരുപാട് വേദന സഹിച്ച് മുന്നോട്ട് ജീവിക്കുന്നത്? അപ്പോൾ ആ ഒരു ലൈഫിൻ്റെ ക്വാളിറ്റി കളയാതിരിക്കുക. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ ഡോക്ടേഴ്സ് നമ്മളോട് ഇത്ര സമയം എക്സ്പ്ലെയിൻ ചെയ്തു. So thank you so much. Thank you.